ഹലോ, നമ്മളെല്ലാരും കൂടി ബേക്കൽ കോട്ടയിലേക്ക് പോവുകയാണ്. ഫാമിലി എല്ലാം ഉണ്ട്. നല്ലോണം ആൾക്കാരുണ്ട് കാണിക്കാൻ. ഇനി നമ്മൾ പോകുന്നത് കാസർഗോട്ടേക്കാണ്. കേരളത്തിലെ ചരിത്ര സ്മാരകങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബേക്കൽ കോട്ട. കാസർഗോഡ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ബേക്കലിലെ കാഴ്ചകൾ തന്നെയാകും. എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായ ബോംബെക്ക് പശ്ചാത്തല ഭംഗി പകർന്ന സ്ഥലം നമുക്കൊന്ന് കണ്ടുവരാം. ₹30 ആണല്ലേ ഷട്ട? പാർക്കിംഗ് ചാർജ് 30 rupees. സാമ്രാജ്യങ്ങളെ സംരക്ഷിച്ചു നിർത്തിയ ബേക്കൽ കോട്ട ഇന്ന് കേരള ടൂറിസത്തിൻ്റെ കരുത്തിൻ്റെ പ്രതീകമാണ്. നൂറ്റാണ്ടുകളായി കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ തലയെടുപ്പോടെ നിവർന്നു നിൽക്കുന്ന കോട്ടയുടെ പ്രൗഢി ഇനിയും ചോർന്നിട്ടില്ല. നമ്മളിന്ന് പോകുന്നത് ബേക്കൽ കോട്ടയിലേക്കാണ്. നമുക്ക് കാണാം ആ കോട്ടയിലെ കാഴ്ചകൾ. ബേക്കൽ കോട്ടയ്ക്ക് അകത്തേക്ക് കയറാനുള്ള പ്രധാനപ്പെട്ട പ്രവേശന കവാടമാണ് എനിക്ക് പുറകിൽ കാണുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടെ പ്രവേശിക്കാനുള്ള സമയം. ഇന്ത്യൻ പൗരന്മാർക്കും സാർക്ക് രാജ്യങ്ങളിലെ പൗരന്മാർക്കും 25 രൂപയും വിദേശ പൗരന്മാർക്ക് 300 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. ഇവിടെ നമുക്ക് ഈ ഗേറ്റ് കടന്ന് ആദ്യം എത്തിപ്പെടുന്നത് ഒരു ഹനുമാൻ ക്ഷേത്രത്തിന് മുൻവശത്തേക്കാണ്. തുടർന്നാണ് അകത്തേക്കുള്ള കോട്ടയുടെ കാഴ്ച. കോട്ടയ്ക്കകത്തേക്ക് കയറാനുള്ള രണ്ടാമത്തെ ഗേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് ടിക്കറ്റ് പരിശോധനാ കേന്ദ്രമൊക്കെ ഉള്ളത്. ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട കോട്ടയും കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയുമാണ് ഈ ബേക്കൽ കോട്ട. അറബിക്കടലിലെ തീരത്ത് 35 ഏക്കർ വിസ്തൃതിയിലാണ് ഈ കോട്ട അത് പരന്നു കിടക്കുന്നത്. ഏകദേശം 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഈ കോട്ട പണി കഴിപ്പിച്ചെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്തായാലും ഈ കോട്ടയുടെ ആ വിശാലമായ കാഴ്ചകൾ, ആ ഭംഗികളൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. ഈ ബേക്കൽ കോട്ടയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു വ്യൂ പോയിൻ്റാണ്. കോട്ടയുടെ 3 ഭാഗവും കടലാണ്. ആ കടൽ, വിശാലമായ കടൽ നമുക്ക് കാണാൻ പറ്റും. ഒപ്പം പള്ളിക്കര ബീച്ചൊക്കെ നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകളാണ്. ബേക്കൽ ഫോർട്ട് അടിപൊളിയാണ്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞൊക്കെയുള്ള അറിവുണ്ട്, പിന്നെ നമ്മൾ പഠിച്ചതൊക്കെ വെച്ചിട്ടൊക്കെയുള്ള അറിവുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇത്ര മനോഹരതയാണ് ഈ പ്ലേസ്. കോട്ടയുടെ ഉൾവശത്താണ് നമ്മളുള്ളത്. ഇവിടെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടോ അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫാമിലിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാരും ബേക്കൽ കോട്ടയിൽ വന്നിട്ടാണില്ലല്ലോ അല്ലേ? അടിപൊളി വ്യൂ. ഇവിടുന്ന് ബീച്ചിന്റെ വ്യൂ കാണാൻ അടിപൊളിയാണ്.
ഇവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ്. ഏവരെയും തലയെടുപ്പോട് സ്വാഗതം ചെയ്യുകയാണ് ഈ ചരിത്ര സ്മാരകം. അങ്ങനെ ഞങ്ങൾ ബേക്കൽ ഫോർട്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് പാർക്കിങ്ങിൽ തിരിച്ചെത്തി.